ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിലെ ചാക്കപ്പാറ എന്ന ഗ്രാമത്തിലാണ്. ശശി തരൂർ ദത്തെടുത്ത ഗ്രാമമാണ് ചാക്കപ്പാറ ഗ്രാമം. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞങ്ങൾ വണ്ടിയിൽ വന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. എവിടെയൊക്കെയോ ഇടിച്ച് എവിടെയൊക്കെയോ തെറിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ കയറി വന്നത് തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോവാനായിട്ട് ആശുപത്രിയിൽ പോകാനായിട്ട് വളരെ ദൂരം തന്നെ നമ്മൾ പോവുകയും വേണം. എന്നാൽ ഒന്ന് പോകാനായിട്ടുള്ള വണ്ടിക്കായിട്ട് ഒന്ന് വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെയുള്ള അവസ്ഥയാണിത്. ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും അത്യാഹിതത്തിലായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ ആശുപത്രിയിലേക്ക് ചെറിയൊരു പ്രാഥമിക കേന്ദ്രത്തിൽ പോലും പോകണമെങ്കിൽ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. വോട്ട് ചോദിക്കാനായിട്ട് സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെ വരാറുണ്ട്. ജയിച്ച് വരാറുള്ള സ്ഥാനാർത്ഥികളൊന്നും, നേതാക്കളൊന്നും പിന്നീട് ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ട് കാണാറില്ല. അതാണ് ഇവിടുത്തെ ഗ്രാമവാസികളും പറയുന്നത്. അച്ഛാ, എന്താ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ? റോഡ് കിടക്കുന്നുണ്ടല്ലോ. ഇത് ആര് ജയിച്ചു വന്നിരുന്നാലും, പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും, പാർലമെൻറ്റ് ഇലക്ഷൻ വന്നിരുന്നാലും ഇതേ പറയുമായിരുന്നു, ഞാൻ വന്നാൽ ഒരെണ്ണം ഇവിടെ എല്ലാം നയിച്ചു തരാമെന്ന്. പക്ഷേ ഈ വരുന്നത് തന്നെ ഇലക്ഷൻ കഴിയുമ്പോൾ പിന്നെ ഒരെണ്ണം പോലും ഇങ്ങോട്ട് കാണില്ല. അതുപോലെ ഈ പ്രദേശത്ത് ഇവിടെയാണ് വെള്ളത്തിന് ഏറ്റവും ക്ഷാമം. ഇവിടെ കുടിവെള്ളം എന്നുള്ളതേ ഇല്ല. ഇത് ഈ ഓസ് കിടക്കുന്ന ഒരു 10 കിലോമീറ്ററിന് അകലെയാണ് കിടക്കുന്നത്. അത് ആ കുളം വരെ ഇപ്പോൾ പറ്റി. ഇവിടെ ഇപ്പോൾ തേക്കലിൽ നിന്നൊക്കെയാണ് വെള്ളം ചുമട്ടുവെള്ളം കോരിക്കൊണ്ട് വരുന്നത്. ആ അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എങ്ങനെയാ പോവാറ് ഈ ആശുപത്രികളിലേക്കൊക്കെ? ഇവിടെ അടുത്ത ആശുപത്രികളുണ്ടോ? ആശുപത്രി അമ്പൂരിയിൽ കുടിയാൻ്റെ 1-2 ആശുപത്രിയുണ്ട്. അത് പോയിട്ട് പിന്നെ വെള്ളഡേ അതുപോലെ തന്നെ. പിന്നെ അല്ലെങ്കിൽ കാരക്കുണത്ത് പോകണം, മെഡിക്കലിൽ പോകണം. വലിയ ആശുപത്രികളൊന്നുമില്ല ഇവിടെ, വലിയ ആശുപത്രികളൊന്നുമില്ല. പ്രാഥമിക കേന്ദ്രങ്ങളാണോ ഉള്ളത്? സർക്കാർ ആശുപത്രികളുണ്ടോ? ഇല്ല, ആശുപത്രി ഉണ്ട്. അപ്പൊ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ പോവാറ് അവിടേക്ക്? ഇതുപോലെ ഏതെങ്കിലും വണ്ടികൾ വിളിച്ചൊക്കെ പോകും. അല്ലാതെ പിന്നെ നടന്നു പോകാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ എത്ര നാളായി കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ള അവസ്ഥ ചോദിച്ചാലേ നമുക്ക് പറയാനൊക്കെ. ഇത് അവർ രണ്ടും ഇരുന്ന് നോക്കാൻ അങ്ങ് പോകും. അവർക്ക് പിന്നെ ബാക്കി ജനങ്ങളെ നോക്കാൻ പരിപാടി, അവർ വോട്ടിന് മാത്രം ആവശ്യമുണ്ട്. അതിലേക്ക് മാത്രം വരുന്നു, ചോദിക്കുന്നു, പോകുന്നു. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം പോലും ഇതുവഴി വരിക പോലും ഇല്ല. ഈ യാത്രക്കാരല്ലാതെ. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ പറയാറില്ലേ വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയണ്ടേ? അത് ഈ വരുന്നവരുടെയൊക്കെ എല്ലാം പറയുന്നു. നമുക്ക് പറയാനല്ലേ പറ്റൂ. പിന്നെ ജയിച്ച് പോയതിനായിട്ട് അവിടെ പറയുന്നു പോകാൻ പറ്റുമോ? അവരില്ലെങ്കിൽ അവരെ കാണാൻ പറ്റുമോ? ബൈക്കിൽ പോകുന്നവർ കുറഞ്ഞ ഒരു 10 ഒരു ദിവസം ഒഴിയാതെ വീണടിച്ച് തന്നെ പോകും. ഇപ്പൊ തന്നെ ഞങ്ങൾ പോയപ്പോ ഒരു സ്കൂട്ടർ ഈ പോകുന്നത് ഇങ്ങനെ എന്താ പറയാ, നിർത്തിയിട്ട് പോകുന്നതാ കാണുന്നത്. അപ്പൊ ഈ കുട്ടികളൊക്കെ ആണെങ്കിലും ചെറിയ ചെക്കന്മാരാണെങ്കിലും ഈ വണ്ടികളിലൊക്കെ പോകുമ്പോഴത്തേക്കും വീഴാറുള്ള അവസ്ഥകളൊക്കെ ഉണ്ടോ? വീണഴിച്ചൊക്കെ തന്നെ പോകുന്നത്. വണ്ടിയോടും കൂടെ ഒക്കെ വീണഴിച്ച് പോകാത്തത് ചുരുക്കം തന്നെ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10-15 വീണഴിച്ച് തന്നെ പോകുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇവിടെ ഉള്ളതിൻ്റെ ഒന്ന് കൂടെ വയ്യെങ്കിലും ചെന്ന് വണ്ടികളൊക്കെ കൂടെ പിടിച്ച് നൂത്ത് കൊടുക്കും. ആ അവസ്ഥയിലാണ് ഇവിടെ പോകുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും ബോർഡൊക്കെ പതിപ്പിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് അമ്പൂരി ജംഗ്ഷനിലേക്കുള്ളത്. ഈ ഇറക്കത്തിൽ നിന്നും താഴേക്ക് പോയാൽ ഇതിനേക്കാൾ ദുരിതത്തിൽ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണാം. ഇവിടുത്തെ ജനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന റോഡിന്റെ അവസ്ഥയാണ് ഇത്. തമിഴ്നാടുമായി വനാതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് അമ്പൂരി. കൂറ്റൻ മലകളാൽ ചുറ്റപ്പെട്ട ഗ്രാമം. കാണി ഗോത്രത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശത്ത് 2001 നടന്ന ഉരുൾപൊട്ടൽ 39 പേരുടെ ജീവനാണ് കവർന്നത്. ഞങ്ങൾ ഒരു കൃപ്പിണി ഇരുന്നാൽ അതിന് ബുദ്ധിമുട്ടായാൽ കൊണ്ടുപോകാൻ ഒരുപാട് പാട്. 4 പേര് കൂടാണ് അതിനെ എടുത്ത് കൊണ്ടിറക്കുന്നത്. അത് കൊണ്ടിറങ്ങാൻ പോലുമുള്ള വഴി അല്ല അത്. കൊണ്ടുവരണാലും വീഴും, ആ രോഗി വീഴും. അവിടെ നിന്ന് ഒന്നും സുഖമില്ലാതായ ആ വണ്ടി സ്ഥലത്ത് വരുമ്പോൾ പോണത് പോകും. പിന്നെ ആവശ്യമുള്ളത് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. റേഷൻ മാറ്റുകൊണ്ട് വഴിയിൽ ഞാനൊക്കെ വയസ്സായി. ഇന്ന് ഞാൻ എത്ര ഇടത്ത് ഇരുന്നാണ് ഞാൻ 5 കിലോ അരി കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇവിടെ വന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വഴി നടക്കുന്നത്. എല്ലാ പാർട്ടിയും ഞങ്ങൾ ജയിപ്പിച്ചു നോക്കി. ഒരു പാർട്ടികളും ഞങ്ങൾ ജയിച്ചാൽ ഉടനെ റോഡ് വരും. കുന്നത്തുമല എന്ന് പറയുന്നതല്ലാതെ ഒരു റോഡ്, ഒരു ബൈക്ക് പോലും പോകാൻ ഒരു സൗകര്യം ഇന്നായി വരെ ഇല്ല.
എന്ത് ജോലിയാണ് ഇവിടെ ഉള്ളവർ ചെയ്യുന്നത് പ്രധാനമായിട്ട്? പ്രധാനമായിട്ട് ചെയ്യുന്ന തൊഴിലുറപ്പ് തന്നെ, വേറെ അങ്ങനെ ഒരു സർക്കാർ ജോലിയൊന്നുമില്ല. സർക്കാർ ജോലിയൊന്നുമില്ല. ഇല്ല. കുട്ടികളുടെ ഇപ്പോൾ പഠിക്കാനാണെങ്കിലും എങ്ങനെയാ പോകുന്നത്? പഠിക്കാൻ 4 വയസ്സ് വരെ ഇവിടെ പള്ളിക്കൂടം ഉണ്ടായിരുന്നു. 4 വയസ്സ് കഴിഞ്ഞപ്പം പിന്നെ പള്ളിക്കൂടത്തിനൊക്കെ അടച്ചു പൂട്ടി. പിന്നെ ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ വരൂല്ല പഠിപ്പിക്കാൻ. ഞങ്ങൾ തൊഴിലുറപ്പ് ചെയ്തുകൊണ്ട് നിന്നപ്പം പിന്നെ പറയാണ് ഞങ്ങൾ പഞ്ചായത്തു നിന്നാണ് ഞങ്ങളെ വിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് കിടന്ന വെഞ്ചും സൂളും പിന്നെ അരിമാരിയും പല സാധനങ്ങളും വാരി ഇറക്കി ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ എല്ലാം വാരി പകുതി വഴിയിൽ കുറച്ച് ചെമുട്ടുകാരനെയും കൊണ്ടുവന്നു. ഞങ്ങൾ വരുമ്പോൾ ഞാനും കുന്നത്തമല അശോകം കാണിയും കൂടി കയറി ചേർത്ത് കൊണ്ടുപോകാക്കൂല. ഞങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും പിള്ളേർ ഇനി ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. സർക്കാർ പള്ളിക്കൂടമാണ്, സർക്കാരിൻ്റെ പൈസ കൊണ്ടുവച്ച് അന്ന് പഠിച്ചുകൊണ്ടിരുന്നവർ. എന്നിട്ട് പിന്നെ അത് പൊളിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾ കൊടുക്കുമോ? ഞങ്ങൾ കൊടുത്താൽ ഞങ്ങളെ പിള്ളേർ നാളെ ഭാവി ദോഷമല്ലേ. അത് നിങ്ങൾക്ക് 5 വയസ്സ് വരെയെങ്കിലും 4 വയസ്സ് വരെയെങ്കിലും പഠിക്കണ്ടേ, എന്നാലേ ദൂരോട്ട് പോകാക്കുള്ളൂ. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പം ബുദ്ധിമുട്ടി ദൂരോട്ട് പള്ളിക്കൂടത്തിൽ ഇതാ ഇപ്പം പഠിക്കുകയാണ്. ഇപ്പം പള്ളിക്കൂടം അടച്ചാൽ നിങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഇത് കണ്ടില്ലേ, ഇത് വള്ളിയമ്മയുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക ആളുകളുടെയും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ ആളുകളും പറയുന്ന ഒരേ പ്രശ്നം ഇത് തന്നെയാണ്. ദത്തെടുത്ത ഗ്രാമത്തിലെ കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ഓഫ് റോഡിൽ MP ശശി തരൂർ ആകെ ചെയ്തത് ഈ ഒരു ഭാഗം മാത്രം ഇന്റർലോക്ക് ചെയ്തു എന്നതാണ്, അതും ലക്ഷങ്ങൾ വകയിരുത്തിക്കൊണ്ട്. ഈ റോഡിന് ഇത്രയേറെ ചിലവുണ്ടോ എന്ന് റോഡ് കാണുന്ന ആരും ചോദിച്ചു പോകും. മാറി മാറി ഭരണം നടത്തുന്നുണ്ട്, ഇടതും വലതുമായിട്ട് ഭരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ കിടക്കുന്ന ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു റോഡില്ല. രണ്ട് പാർട്ടികളും ഭരിക്കുന്നുണ്ട്, കേരളം ഭരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ കുന്നത്തുമല എന്ന് പറയുന്ന സെൽവനകത്താണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ ഒരു റോഡ് ഇതുവരെ വന്നിട്ടില്ല. അത് എന്ന് വരുമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് പേര് മാറി മാറി ഭരണം പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ ഉണ്ടാവും. മെമ്പർമാരൂടെ വന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കും, നമ്മൾ ആദിവാസികളെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. കാലാന്തരം കൊണ്ട് നടക്കണതാണ് ഇടതും വലതും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. പക്ഷേ അങ്ങനെ മദ്യപാനങ്ങൾ കഴിച്ചപ്പോൾ എല്ലാം മദ്യപാനികളായി. ഒരു 2 മാസം വരെ ഇലക്ഷൻ കാണും. ആ വർക്കുകൾ എല്ലാവരും പാർട്ടിക്കാരാവും. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരെയും കൂട്ടി അങ്ങ് പോകും. അടുത്തവൻ വരും, അവനെയും വിളിച്ചോണ്ടങ്ങ് പോകും. ഇങ്ങനെ കുടിച്ചപ്പോഴെല്ലാവരും മദ്യപാനികളായി. ശരിക്കും പറഞ്ഞാൽ മദ്യപാനികൾ തന്നെയാണ്. ഇപ്പോൾ ആര് വിളിച്ചിരുന്നാലും വോട്ടിന് പണമല്ല കൊടുക്കണം, ഐറ്റമാണ് കൊടുക്കുന്നത്. ആരെയും കൊണ്ട് കൊടുത്ത് വോട്ട് വാങ്ങിക്കും. ഇതാണ് ഇവരെ നിരന്തരമുള്ള പരിപാടി. ഇതാണ് വെച്ചാൽ രാജഭരണം വിട്ട് സ്വതന്ത്ര രാജ്യം ആയതിനു ശേഷം നടക്കുന്ന സംഭവം. ഇവിടെ മാത്രമൊന്നുമല്ല, ആദിവാസി ഊരുകളെല്ലാം ഇത് തന്നെയാണ്. ഇടതും വലതുമായിട്ട് നമ്മുടെ അവകാശങ്ങൾ അവർ ചോർത്തിക്കൊണ്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. സാക്ഷരതാ നിരക്കിൽ ഒന്നാമതെന്ന് തണ്ടു പറയുന്ന ഏതൊരു മലയാളിയെയും തൊഴിൽ മേഖലകളിലെ വികസന കുതിപ്പിനെക്കുറിച്ച് വീരവാദം മുഴക്കുന്ന നേതാക്കളെയും അമ്പൂരിയിലേക്ക് കൊണ്ടുവരണം. ഇവിടുത്തെ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. തൊഴിലുറപ്പ് മാത്രമാണ് ഇവിടെയുള്ള ജനങ്ങൾ ചെയ്യുന്ന ആകെ ജോലി. എന്തുകൊണ്ടെന്നല്ലേ, 10ാം ക്ലാസ് പോലും തികയ്ക്കാത്തവരാണ് ഇവിടെയുള്ള പലരും. മറ്റു ചിലരാണെങ്കിൽ 10ാം ക്ലാസ്സെങ്കിലും എങ്ങനെയൊക്കെയോ തീർത്ത് തൊഴിലുറപ്പിന് തന്നെ പോകുന്നവർ. പഠിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരും ഇവർക്കിടയിലുണ്ട്. എന്നാൽ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പോലും ഒരു നല്ല ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പഠിച്ചത് നേഴ്സിംഗ് ആണ്. എനിക്ക് ഇവിടുത്തെ വണ്ടി സാഹചര്യം അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 ദിവസം പാമ്പരങ്കാവ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് രാവിലെ എത്തിപ്പെടാനും അവിടെ നിന്ന് വീട്ടിലിട്ട് വരാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് 2 ദിവസം പോയിട്ട് ഞാൻ നിർത്തലാക്കിയിരുന്നു. കാരണം ഇവിടെ വണ്ടി സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ഇതാ പഠിച്ചിട്ട് 10-15 വർഷത്തോളം ആവുകയാണ്. ഇപ്പം ജോലിക്ക് പോലും പോകാതെ വീട്ടിൽ തൊഴിലുറപ്പ് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭർത്താക്കന്മാരും കൂലിപ്പണിക്ക് പോകുന്നതാണ്. ഡെയിലി ഞങ്ങൾ വന്ന് കൂട്ടിയിട്ട് പോകേണ്ട ഒരു സൗകര്യം ഇല്ല, റോഡ് സൗകര്യം ഇല്ല, വണ്ടി ഒരു ഇതില്ല. പക്ഷെ ഞങ്ങൾക്ക് ആൾക്കാർ കണ്ട് പേടിയാണ്. അങ്ങനെയാണ്. നേരെ ഇരട്ടിക്കഴിഞ്ഞ് ഇപ്പോഴും തന്നെ പോയി കഴിഞ്ഞാൽ ഇരുട്ട് ഭാഗമാണ് കാണണത്. ഒരു വിളിച്ച വിളി കേൾക്കുമ്പോൾ ഇവിടെ അടുത്ത് വീടാ ഒന്നുമില്ല. നല്ല കാടും ഇരുട്ടടഞ്ഞാണ് കിടക്കണം. വലിയ മൃഗങ്ങളുടെ ശല്യം വരെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഞങ്ങളെ കൊച്ചു കുട്ടികളാണ്. ഞങ്ങൾ 5 വയസ്സാവുന്ന കുട്ടികളെ ഞങ്ങൾ ഹോസ്റ്റലിൽ വിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങളെ കുട്ടികൾ ഞങ്ങൾ അടുത്ത് നിന്ന് വളർന്ന് പഠിക്കേണ്ട കുട്ടികളാണ്. അന്യ നാട്ടിൽ പോയി അവിടെ വിട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഞങ്ങൾ മാസം തോറും കുട്ടികളെ കാണാൻ പോകണമെങ്കിൽ തന്നെ അവിടെ 10,500 $2,000 വാങ്ങിക്കുന്ന ഡ്രൈവർമാരും ഉണ്ട് വണ്ടിക്കൂലി. ഞങ്ങൾക്ക് അതിൻ്റെ സാമ്പത്തികം പോലും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ തൊഴിലുറപ്പിന് പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങളെ കൊച്ചു കുട്ടികളാണ്. കൊണ്ടുവരുമ്പോൾ കുട്ടികൾ നിലവിളിക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ് തോന്നുന്നത്. കാരണം ഒരു പെറ്റമ്മ സഹിക്കൂല കുഞ്ഞുങ്ങളെ വിളി കേൾക്കപ്പെടും തന്നെ. എൻ്റെ കുഞ്ഞാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ആക്കിയപ്പോൾ തന്നെ നല്ല കരച്ചിലായിരുന്നു. പിറകേന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് ഭയങ്കര കരച്ചിൽ. നല്ല സങ്കടത്തോടും കൂടെയാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വണ്ടി സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ വിട്ട് പഠിക്കേണ്ട ഏതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി തന്നെ ഞങ്ങൾക്ക് പ്രധാനം. ഞങ്ങൾക്ക് റോഡും വണ്ടിയും വന്നാൽ മാത്രമേ ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് അടുത്ത് വിട്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ അടുത്ത് വിട്ട്. കാരണം പെൺകുട്ടികളാണ്, ഞങ്ങൾ ദൂരെ പോയി ഇപ്പോഴത്തെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് ഉണ്ടെങ്കിൽ വിട്ട് പഠിപ്പിക്കേണ്ട ഒരു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. ഈ കാണുന്ന റോഡ് സുരേഷ് ഗോപിയാണ് ഇവിടുത്തെ ജനങ്ങൾക്കായി ചെയ്തു കൊടുത്തത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഗ്രാമം ദത്തെടുത്ത തരൂരിന്റെ ഫ്ലക്സുകൾ ഇവിടെ എത്തിയെങ്കിലും തരൂർ ഇതുവരെ എത്തിയിട്ടില്ല. അവർ 15 വർഷം ഭരിച്ചിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഈ അവസ്ഥ കിടക്കുന്നത്. പിന്നെ നമ്മളെ പോലെയുള്ളവർ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരു നമ്മളെ പിള്ളേരെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ പ്രസവങ്ങളായിരുന്നാലും നമ്മളൊക്കെ ഉൾവനത്തിനകത്താണ് കിടക്കുന്നത്. ആനക്കാട്ടിനകത്തും ഒക്കെയാണ് കിടക്കുന്നത്, വനത്തിനകത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രസവകാലങ്ങളിലൊക്കെ ഈ രാത്രി സമയങ്ങളൊക്കെ ആകുമ്പോൾ ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്? വിജയ് പറഞ്ഞില്ലേ, കാലാകാലങ്ങളിൽ വരുന്നവർ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഇവർ ആ ചാരായം കൊണ്ടുകൊടുത്ത് വോട്ട് വാങ്ങും, അവർ കൊണ്ടുപോകും. ഇവിടുത്തെ LDF UDF വോട്ട് വാങ്ങുന്നത്, നമ്മുടെ വിലപ്പെട്ട വോട്ട് വാങ്ങുന്നത് മദ്യം കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങുന്നത്. നമുക്കിന്നും നമ്മൾ പട്ടായ വസ്തുവിനകത്താണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് തരണത് കൈവശരേഖ, പുറത്തുള്ളവന് പട്ടായം. നമ്മുടെ വസ്തുവിൽ കിടക്കുന്ന പുറത്തുള്ളവന് പട്ടായം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാലാന്തരം കൊണ്ട് കിടക്കുന്ന ആദിവാസിക്കുന്ന കൈവശരേഖ. ഇതിന് നമുക്ക് കോടതിയിൽ കൊണ്ടുവാങ്ങി തരാനില്ല, നമുക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് കാശെടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പേപ്പർ തരുന്നുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂവിലെ ആൾക്കാരൊന്നുമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഒരു കൈവശരേഖ നമുക്ക് തന്നിട്ടുള്ളത്. 10ാം ക്ലാസ് കഴിയുമ്പോൾ +2 കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അതൊക്കെ നിലച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയാം. പക്ഷേ നമുക്കതിനുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോക്ക് നടക്കുന്ന കേസല്ല അത്. സ്കോളർഷിപ്പിൻ്റെ കാര്യം പറയണ്ട, മുന്നോട്ടുള്ള പഠിത്തം നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒന്ന് നമ്മളെ വിളയിലുള്ള മരം മുറിക്കേണ്ട അനുമതി വേണം. നമ്മൾ കുട്ടി പഠിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ധാന്യത്തിന് അതിനേതായ മൂല്യമായ വില കിട്ടണം. ഇതൊന്നും കിട്ടുന്നില്ല. നമുക്ക് അന്ന് കിട്ടുന്നത് അന്ന് കുട്ടി കഴിയുന്ന ആൾക്കാരാണ്. 3 ഗ്രാമങ്ങൾ വീതം ദത്തെടുക്കുന്ന MP-മാർ അതിലൊരു ഗ്രാമം 2016 പൂർത്തീകരിക്കുകയും 2019 ശേഷം പ്രതിവർഷം ഒരു ഗ്രാമം എന്ന കണക്കിൽ 2024 5 ആദർശ ഗ്രാമങ്ങൾ കൂടി വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ നിർമ്മാർജ്ജനം, പ്രകൃതി സംരക്ഷണം, ഗതാഗതം, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള വികസനത്തിലൂടെ ഒരു ഗ്രാമത്തിനെ മാതൃകാ ഗ്രാമം അഥവാ ആദർശ ഗ്രാമമാക്കി മാറ്റുക. ഇതായിരുന്നു ആദർശ് ഗ്രാമം എന്നതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്. എന്നാൽ പദ്ധതി ആവിഷ്കരിച്ച 8 വർഷങ്ങൾക്കിപ്പുറം ശശി തരൂർ ഗ്രാമത്തിൽ കൊണ്ടുവന്ന വികസനമാണ് ഈ കാണുന്നതെല്ലാം. ഈ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ഉണ്ട് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം, 1 സൈഡ്. അപ്പോൾ അങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ 350 രൂപ, തിരിച്ചു വരണമെങ്കിൽ 350 രൂപ, 700 രൂപ ബസ് ഫെയർ പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ബസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. കാരണം 30 രൂപയായിട്ടാണ് ഇവിടുന്ന് ബസ് ചാർജ്. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് അമ്പൂരി കേന്ദ്രീകരിച്ച് തന്നെയാണ്. നമ്മുടെ ഇവിടെ പ്രായമായ ഒരുപാട് ആൾക്കാരുണ്ട്, പല രോഗങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ല. വൈകുന്നേരം ഹോസ്പിറ്റലുണ്ടെങ്കിൽ ഡോക്ടറാണ് കാണും. ഹോസ്പിറ്റലാണ് അത്യാവശ്യം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലില്ലാത്തതാണ് അവസ്ഥ. സർക്കാർ ഹോസ്പിറ്റലുകളിലൊന്നുമില്ല. അവരാരും തിരിഞ്ഞു നോക്കൂല അങ്ങോട്ട്. ജയിക്കും, വോട്ട് തരിയെന്ന് പറയും. പക്ഷേ ജയിക്കും, നമ്മളെ ആരും തിരിഞ്ഞു നോക്കൂല. അപ്പൊ വരുമ്പോ ആവശ്യങ്ങളൊക്കെ പറയാറില്ലേ? എന്തൊരു പറഞ്ഞാലും അവര് തിരിഞ്ഞു നോക്കത്തില്ല. ഈ ഒരു വർഷത്തിനകം 2 ആൾക്കാരാണ് എൻ്റെ സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാരാണ് നടുവഴി കിടന്ന് മരിച്ചത്. ഒന്ന് ഈ ചെറുക്കൻ്റെ അച്ഛൻ, അപ്പോൾ അസുഖമായി വീട്ടിൽ കിടന്ന് കൊണ്ടുവരുന്ന വഴിക്ക് ആണ് മരിച്ചത്. രണ്ടാമത്തെ നേരത്തെ ഇവിടെ സംസാരിച്ച അമ്മച്ചിയുടെ മരുമകൻ, പുള്ളി വീട്ടിൽ കിടന്ന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് മരിച്ചത്. അങ്ങനെ 2 ജീവനാണ് എൻ്റെ കുന്നത്തുമല സെറ്റിൽമെൻറ്റിൽ 2 ജീവനാണ് ഈ റോഡ് സൗകര്യമില്ലാതെ നടുവഴിയിൽ പൊലിഞ്ഞു പോയത്. നമ്മൾ ചാക്കിൽ 2 കമ്പ് വെച്ച് കെട്ടി ചാക്കിൽ നിന്നാണ് അല്ലേ കൈത്താങ്ങിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നാലും വണ്ടി എത്തത്തില്ല. ആ രോഗിയെ വെച്ച് നമ്മൾ നടുവഴി കാത്തിരിക്കും. ആംബുലൻസ് വരത്തില്ല.
ഈ ഒരു വർഷത്തിനകമാണ് ഈ 2 മരണം നടന്നത്. ഇനിയും ഈ മരണങ്ങൾ സ്ഥിരമായി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശശി തരൂരിൻ്റെ ഒരു വികസനവും നടന്നിട്ടില്ല. റേഷൻ കടയുടെ അവിടെ നിന്ന് കുറച്ചൊരു ഒരു 200 മീറ്റർ അങ്ങനെ ഉണ്ട്, ഒരു കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് അതിനെ അവിടെ നിന്ന് അടിച്ചു മാറ്റി ഇവിടെ ചെയ്തതാണ്. ഈ വാർഡെന്ന് പറയുന്നത് 900-ൽ പരം വീടുകളുള്ള വാർഡാണിത്. അപ്പോൾ ഒരു വീട്ടിൽ ശരാശരി ഒരു 3 അംഗങ്ങൾ വെച്ച് കണക്ക് കൂട്ടണം. ആളുണ്ടോ ഇല്ലെന്നാൽ മനസ്സിലാക്കിക്കൊണ്ടാൽ ഇവിടെ ഒരു ഓട്ടോ അമ്പൂരിയിൽ നിന്ന് ഇവിടെ വരുന്നതിന് 350 രൂപ വാങ്ങും. അങ്ങനെ ഓരോരുത്തർ 6-7 ട്രിപ്പ് ഇവിടെ വരും. അവർക്ക് അവരുടെ കീശ് നിറച്ച് കാശും കൊണ്ടാണ് അവർ പോകുന്നത്. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബസ്സിൻ്റെ സൗകര്യം ഉണ്ടാക്കി തരാത്തത്. 100 രൂപയുടെ ഒരു മീൻ മേടിക്കാൻ 900 രൂപ വണ്ടി കൊടുത്താണ് അമ്പൂരി പോയാണ് മീൻ മേടിച്ചുകൊണ്ട് വരുന്നത്. ഈ അവസ്ഥയാണ്. ഈ ബസ് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരു ട്രിപ്പിന് 30 രൂപ, 15 രൂപ വെച്ച് 2 ട്രിപ്പിന് 30 രൂപയിൽ സംഭവം തീരുമായിരുന്നു. ഈ 60 രൂപ 30 രൂപ കൊടുക്കാണ്ട് ഇവിടെ ഞങ്ങൾ 900 രൂപ കൊടുത്താണ് അമ്പൂരി പോകും. ഒരു 100 രൂപയുടെ മീൻ മേടിക്കാൻ പോകുന്ന കഷ്ടം. ഇത്ര കഷ്ടത്തിലാണ് കിടന്നത്. ഈ സർക്കാർ മാറി മാറി ഭരിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ കാരിക്കുഴിയിൽ നിന്ന് നമുക്ക് കുന്നത്തുമല സെറ്റിൽമെൻറ്റിലേക്ക് റോഡ് വെട്ടിയെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ മുടക്കി ചെയ്തത് തന്നെ. അതിനുശേഷം നമ്മളെ പഞ്ചായത്തിൽ നിന്നായാലും ഇത് ബ്ലോക്കിൽ നിന്നായാലും ഒരിടന്നും ഒരു പദ്ധതിയിലും നമുക്കിതുവരെ ഒരു ആനുകൂല്യം. ഈ റബ്ബർ ബോർഡിൻ്റെ മരം പോലും നമ്മളെ മേഖല എത്തിച്ചേർന്നിട്ടില്ല. ഒരു വ്യക്തി മരിക്കാൻ പോകുമ്പോഴത്തേന് ഞങ്ങൾ പറഞ്ഞു തരാം, എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി മരിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരിച്ചു. പുള്ളി ദത്തെടുത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റാണ്. എനിക്കവിടെ പോകാൻ ധൈര്യമുണ്ട് എന്നുള്ള ധൈര്യമുള്ള പുള്ളിയാണെങ്കിൽ ഇവിടെ വന്ന് ദത്തെടുത്ത് കാണട്ടെ, അല്ലെങ്കിൽ ഈ കണ്ടിട്ട് ആ ദത്തെടുത്ത സ്ഥലം പുറം ലോകം പുള്ളി അറിയിക്കട്ടെ. ആൾക്കാർക്ക് അറിയണമല്ലോ ശശി തരൂർ ഇവിടെ ദത്തെടുത്താണെന്ന്. പുറത്തുള്ളവർക്ക് അറിയാം. പുറത്തുള്ളവർ വിചാരിച്ചിരിക്കുന്നതോ ശശി തരൂർ ദത്തെടുത്ത് ഇവിടെ നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നായിരിക്കും പുറത്തുള്ളവരുടെ ധാരണ. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ അവസ്ഥകളൊക്കെ പുറത്തുള്ളവർ കാണട്ടെ, പുള്ളി ഇവിടെ വന്ന് കാണട്ടെ, ഇവിടെ പുള്ളി എന്താണ് ഇവിടെ ദത്തെടുത്തിട്ടുള്ളത്. നമ്മൾ പോയ വഴി കണ്ടതാണ്. അത്രയുമേറെ കഷ്ടപ്പെട്ട് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് നമ്മൾ ആ വഴി മുഴുവൻ ഇറങ്ങിയത്, കോളനിയിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ഈ വഴി തിരിച്ച് കയറാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു കയറിയത് തമിഴ്നാട് വഴിയിലൂടെയാണ്. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന, വനാതിർത്തി പങ്കിടുന്ന വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അത്രയുമേറെ കഷ്ടപ്പാടാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ ജനങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കും മറ്റ് നേതാക്കൾക്കും നൽകാനുള്ളത്? അമ്പൂരിൽ നിന്നും ക്യാമറമാൻ ശ്രാവണിനോടൊപ്പം കൃഷ്ണ.